ഹായ് നമസ്കാരം. ഓണസദ്യ സീരീസിൽ നിങ്ങൾക്കായി തയ്യാറാക്കുന്ന 6ാമത്തെ വിഭവം കൂർക്കുകാളനാണ്. വളരെ രുചികരമായ രീതിയിൽ കൂർക്കുകാളൻ എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ആദ്യം തന്നെ ഏകദേശം 250 ഗ്രാം ചേനയും ഒരു നേന്ത്രക്കായയും തൊലി കളഞ്ഞ് നന്നായി കഴുകിയെടുത്ത് ചെറുതായി ഈ പരുവത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടിയിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും 1 ഗ്ലാസ് വെള്ളവും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് വേവുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് ഇതിനായുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് അരമുറി തേങ്ങ ചിരകിയതെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ 1/2 ടീസ്പൂൺ ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, 3 പച്ചമുളക്, കുറച്ച് വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഈ രീതിയിൽ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ വെന്തു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. തേങ്ങയുടെ പച്ചമണം മാറാനായിട്ട് 1 മിനിറ്റ് നേരം അടച്ചു വയ്ക്കാം. തേങ്ങയുടെ പച്ചമണം നല്ലതുപോലെ മാറിക്കിട്ടിയിട്ടുണ്ട്. ഇനി തീ നല്ലതുപോലെ കുറച്ച് വെച്ച് ഇതിലേക്ക് 1 കപ്പ് അളവിൽ നല്ല കട്ട തൈര് ഒന്നുടച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. തിള വരുന്നതിന് മുന്നേ തീ ഓഫ് ചെയ്യാം. ഇനി ഇതിനുള്ള താളിപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 2 ടേബിൾ സ്പൂൺ അളവിലാണ് വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത്. എണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ 1/2 ടീസ്പൂൺ ഉലുവയും 2 ഉണക്കമുളക് നടുവേ കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം മൂപ്പിച്ചെടുത്ത ശേഷം ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നമ്മുടെ രുചികരമായ കൂർക്കുകാളൻ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഈ രീതിയിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയ ശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.